ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് പി.കെ. ജെയിംസ് ആണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇൻവെസ്റ്റിഗേഷൻ ജേർണലിസം ചെയ്യാം, അപ്പുറത്ത് വേറെ ഒരുപാട് ഏരിയ ഉണ്ടല്ലോ ജേർണലിസത്തിൽ. ഇത് തന്നെ ചെയ്യണം, അതായത് ഒരു പ്രോപ്പർ ജേർണലിസ്റ്റ് ആയിട്ടല്ലല്ലോ തുടക്കം, ഒരു ഫ്രീലാൻസ് പോലെ ഇത് ചെയ്തു തുടങ്ങുകയാണല്ലോ പല ചാനൽസിനും വേണ്ടിയിട്ട്. സത്യമാണത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാംസ് എന്ന് പറയുന്നത് ആദ്യം ചെയ്തു തുടങ്ങുന്ന സമയം മുതൽ എനിക്ക് ചാനൽ എന്ന് പറയുന്നത് ഭയങ്കര ഒരു ആഗ്രഹമുള്ളൊരു ഇതായിരുന്നു, സ്പേസ് ആയിരുന്നു, ഭയങ്കര ആഗ്രഹമുള്ളതായിരുന്നു. അപ്പം എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്നത് ചാനൽ ചെയ്യാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു, അശേഷം താല്പര്യമില്ലായിരുന്നു. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആദ്യ സമയം മുതൽ ഫീൽഡിലേക്ക് വരുന്ന സമയം മുതൽ എന്തെങ്കിലും ഒരു എല്ലാം ഒരു അന്വേഷണാത്മകമായിട്ടുള്ള കാര്യങ്ങൾ, അത് കൂടുതൽ ഈ സലാം ഹാജി മർഡർ, നമ്മുടെ തൃക്കരിപ്പൂർ നടന്ന സംഭവം, അതുപോലെ ഖാസി CM അബ്ദുൽ മുസ്ലിയാരുടെ മീൻസ് അത് മർഡർ ആണെന്നുള്ളതാണ് അവരിന്നും എല്ലാവരും വിശ്വസിക്കുന്നത്. അത് മർഡർ തന്നെയാണത് എന്ന് ഞാനും പറയും. അപ്പോൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് യാത്ര ചെയ്തതാണ്. ആ CBI എൻക്വയറിയിൽ പോയി, പക്ഷേ പ്രോപ്പറായിട്ടുള്ള അന്വേഷണം നടന്നില്ല. അതിൻ്റെ പിന്നിൽ ഒരുപാട് വലിയ മാഫിയ എന്ന് വെച്ചാൽ ചില്ലറ സംഭവമില്ല. ബോംബെ മുതൽ ഇങ്ങോട്ടുള്ള വലിയ ആളുകളുടെ പേരുകളൊക്കെ ഉയർന്നു കേട്ടതൊക്കെ ഞാൻ ഞെട്ടലോട് കൂടിയിട്ടാണ്. ആ വാർത്ത ചെയ്ത് കഴിഞ്ഞപ്പോൾ കൊച്ചിയിൽ വന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, നിന്നെ അന്വേഷിച്ച് ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞു. അപ്പം സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വരും എന്നൊക്കെ കിട്ടുകഴിഞ്ഞാൽ എനിക്ക് എന്നാൽ പിന്നെ ആരെങ്കിലും വന്ന രസമുണ്ട്, ആ ഒരു കാഴ്ചപ്പാടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അങ്ങനെ വല്ലാത്തൊരു കാഴ്ച എൻ്റെ വരുന്നത്. അപ്പം നമ്മൾ അത് എന്താ പറയുക, അതിന് അഹംഭാവമൊന്നും അല്ല, ധൈര്യം കൂടുതൽ, അങ്ങനെ പല പേരിട്ട് പല രീതിയിൽ ആളുകൾ സംസാരിക്കുമായിരിക്കും. അത് അങ്ങനെ എനിക്കറിയാൻ പാടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു സാധനം ചെയ്യുന്നത് അത് വ്യക്തമായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം അതിനകത്ത് എന്നെക്കൊണ്ട് കണ്ടെത്താൻ പറ്റുന്ന എന്തെങ്കിലും സാധനം കൊണ്ട് ഞാൻ കണ്ടെത്തും. അതിൻ്റെ പിന്നാലെ എന്ത് ഭവിഷ്യത്തും അതിന് ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. എനിക്കൊരു പ്രശ്നമില്ല. ആ ഒരു മനോഭാവമുള്ള ഒരാൾ. ആദ്യമേ തുടങ്ങുന്ന സമയം മുതലേ എൻ്റെ മുന്നിൽ വന്നത് ഇത്തരം കുറച്ച് കേസുകളാണ്. റോബറി, ക്രൈം, അതെ, ഇങ്ങനെ സാധനമാണ്. അത് സീക്രട്ട് ഫയൽസ് എന്ന് പറഞ്ഞ ബിനോയ് കുഞ്ഞുമോനായിരുന്നു കൗമുദി ചാനലിലാണ് ആ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആള് എറണാകുളം വരെയുള്ള പ്രോഗ്രാമുകളെ അവർ ചെയ്തു. പിന്നെ അങ്ങോട്ട് ഒരുപാട് വർഷങ്ങളായി സീക്രട്ട് ഫയൽസ് ഒക്കെ. അപ്പം അങ്ങോട്ടേക്കുള്ളത് എറണാകുളം വരെ അവർ ചെയ്യും. പിന്നെ തൃശ്ശൂർ അങ്ങോട്ടേക്കുള്ളത് കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എല്ലാം ഞാനാണ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ അതിലേക്ക് വരുന്നത്. പിന്നീട് നമ്മൾ അതിനകത്ത് അങ്ങോട്ട് കണ്ടമാനം ഒരുപാട് കേസുകൾ നമ്മൾ തുടർച്ചയായിട്ട് ചെയ്തു. അതിനകത്തൊരു ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനത്തെ ഒരു ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കുക എന്ന് പറയുന്നൊരു സംഭവം എന്തായാലും നമ്മുടെ അടുത്ത് എന്തായാലും നടക്കില്ല എന്ന് ഞാൻ ആദ്യമേ തന്നെ അത് ഓരോരോ വർക്കുകൾ ചെയ്തതിന് ശേഷം എനിക്ക് മനസ്സിലായതാണ്. കാരണം അത് എന്നിൽ കൂടെ ഞാൻ ചില പ്രവൃത്തികൾ കാണുമ്പോൾ എനിക്ക് തന്നെ അറിയാം എന്നെ ആ ഒരു കേസിൽ തോൽപ്പിക്കാൻ പറ്റൂല. എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിയില്ല. അത് ഈ ട്രാൻസ്ജെൻഡർ ലേഡിയായിട്ട് നടത്തിയൊരു സോഷ്യൽ എക്സ്പെരിമെൻ്റ് ഉണ്ടായിരുന്നല്ലോ, സ്വയം വേഷം മാറി ചെയ്തത്. അതിൻ്റെ പിന്നിലെ പ്രേരണ എന്തായിരുന്നു? ട്രാൻസ്ജെൻഡർ വേഷം ചെയ്ത് എനിക്കൊന്നും ഒരുപാട് പ്രഷറൊന്നും കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്തായാലും അത് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്തതാണ്. അതിൻ്റെ റീൽസൊക്കെ വലിയ ശ്രദ്ധ കയറിയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു കാരണം അതുപോലെ തന്നെ എനിക്ക് വേറൊരു പ്രധാനപ്പെട്ട അതിന് മറുപടി വന്നപ്പോൾ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ളൊരു നമ്മുടെ വാർത്തകൾ കാണുന്നുണ്ട്. ക്യൂൻസ്വേയിൽ ഉണ്ടായിട്ടുള്ള രാത്രി പുലർച്ചെ 4 മണി വരെ കണ്ടതും കുത്തിക്കയറ്റി അവിടെ കിടന്ന് കാണിക്കുന്ന വേഷം കെട്ട് നമ്മൾ പുറത്ത് ചെയ്ത് കൂടിയിട്ട് യുവമാരെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് സ്ട്രൈക്ക് നമ്മുടെ മില്യൺ പോയിട്ടുള്ള വീഡിയോസ് എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ട് എനിക്ക് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ പ്രൊസീജിയേഴ്സ് എന്താ അതൊക്കെ ഒന്നും എനിക്കറിയാൻ പാടില്ല. ഇൻസ്റ്റാഗ്രാം പേജ് ഇല്ല, വാണിഷായിപ്പോയി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്. അപ്പോൾ നിങ്ങളുടെ പ്രസ്ഥാനം പോലെയുള്ള ഒരുപാട് പ്രസ്ഥാനങ്ങളുമായിട്ട് ഞാൻ സംസാരിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു അനുഭവം വേറെ ആർക്കും ഇല്ല. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാനിഷായിപ്പോയി. റിപ്പോർട്ട് അടിച്ചിട്ട് ആയിരിക്കാം, എല്ലാവരോടും കൂടി പെരുമാറിക്കളഞ്ഞു നമ്മളുണ്ട്. അതാണ് സംഭവിച്ചത്. ആ വാർത്ത ചെയ്ത സമയത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എനിക്ക്. ഒരുപാട് ആളുകൾ വിളിക്കുന്നു, മറ്റേതാണ് നമ്മളെ അതാക്കി കളി വരുന്ന കോളുകളൊന്നും ഫോൺ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിലിരിക്കുന്നവർക്കും എല്ലാവർക്കും വരുന്നുണ്ട് അടുത്ത പള്ളി എന്നുള്ളൊരു മനോഭാവം അങ്ങനെ ആക്കി കളഞ്ഞു. നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാനിഷായിപ്പോയി. അപ്പം നമ്മളെ സാഗൂതം ഞാൻ പേരൻസിന് വേണ്ടി ചെയ്ത വാർത്തയാണ്. പക്ഷേ പേരൻസ് എന്തുകൊണ്ട് നമുക്ക് ഈ ഒളിഞ്ഞും പറഞ്ഞു വരുന്ന 2 കമൻറ്റ് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാം റെഡിയായി എന്ന് പറഞ്ഞ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് പോയി. ശരിക്കും അന്ന് ആ വീഡിയോയിൽ കണ്ടതുപോലെ, അതായത് ലഹരിക്ക് അടിമപ്പെട്ടും ഒരുപാട് യുവാക്കൾ അർദ്ധനഗ്നരായി, ചിലവരൊക്കെ പൂർണ്ണ നഗ്നരായി അവിടെ എവിടെയൊക്കെ കാണപ്പെടുന്നു. അന്ന് നമ്മളെ കാണിച്ചതിന് എക്സ്റ്റെൻസീവായി അതിനേക്കാൾ ഭയാനകമായിരുന്നു അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത കാര്യം. അതെന്താ പറയുമോ, അത് സീപോർട്ട് എയർപോർട്ട് റോഡിലെ വിഷ്വൽ മുമ്പ് നമ്മളൊരെണ്ണം ചെയ്തിരുന്നു ഒരു സ്റ്റോറി. സീപോർട്ട് എയർപോർട്ട് റോഡിലെ അവിടുത്തെ ആളുകൾ അവർ വ്യക്തമായിട്ട് നേരിട്ട് കണ്ട ആളുകളുടെ ബൈറ്റുകൾ നമ്മുടെ കയ്യിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ വിഷ്വലുകൾ നമ്മൾ കിട്ടിയിട്ടില്ല. പക്ഷേ ഈ പൂർണ്ണ നഗ്നരായി പുലർച്ചെ 5:30 മണി സമയത്ത് നടക്കാൻ പോകുന്ന കുടുംബസ്ഥരായിട്ടുള്ളവർ നടക്കുമ്പോൾ പെൺകുട്ടികൾ പൂർണ്ണ നഗ്നരായിട്ട് കിടക്കുന്നത് ആ
പ്രദേശവാസികളായിട്ടുള്ള ഒരു കൃത്യമായിട്ട് തന്ന ബൈറ്റുകളോട് കൂടി നമ്മൾ കുറച്ച് നാളുകൾക്ക് മുൻപ് വാർത്ത ചെയ്തിരുന്നു. അതും ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ രണ്ടാമത്തെ ക്യൂൻസ്വേയുടെ വാർത്ത ചെയ്തത്. ക്യൂൻസ്വേയിൽ ആരും നഗ്നരായി കിടക്കുന്ന സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പുലർച്ചെ 4 മണി 5 മണി സമയത്തും യാതൊരു കൺട്രോളും ഇല്ലാതെ ഇന്നത്തെ നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കുന്ന മരുന്നുകളെക്കുറിച്ചും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ ഏറ്റവും വലിയ ചർച്ച വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ക്യൂൻസ്വേയിൽ ഞാനെന്ത് ചെയ്ത് ഇത് എത്രയും പെട്ടെന്ന് ഇതിനൊരു സംവിധാനത്തിലോട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഇത് വലിയ ആപത്തിലേക്ക് പോകും, 100% ഉറപ്പാണ് എന്ന് നമ്മളന്ന് പറഞ്ഞു. സ്റ്റേറ്റ് പോലീസ് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഇതെന്നുള്ളത് നമ്മൾ പറഞ്ഞതോടെ വെച്ചു. പിറ്റേ 2-ാം ദിവസം 3-ാം ദിവസം അവിടെ വലിയ ഗുണ്ട ആക്രമണം നടന്നു, വലിയൊരു അടി നടന്നു അവിടെ. അത് കഴിഞ്ഞ് പോലീസ് വന്ന് എല്ലാവരും അടിച്ചു ഓടിച്ചു. അപ്പോൾ ശ്രദ്ധിക്കപ്പെടാൻ വേണ്ടി അത് കാരണമായി. അവിടെ വന്ന് കണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം നോർമലല്ല. കുടുംബസ്ഥരായിട്ടുള്ള കുഞ്ഞുങ്ങളെയായിട്ട് വരുന്ന ചില മാതാപിതാക്കളടക്കമുള്ളവരല്ലാതെ പിന്നെ 1-2 ഒറ്റയും പെട്ടേ അല്ലാതെ ബാക്കിയൊക്കെ രാത്രി 10 മണിക്ക് തുടങ്ങുന്ന തുള്ളലെന്ന് പറഞ്ഞാൽ പുലർച്ചെ 4 മണി വരെ അതേ വ്യക്തി അതിലും എനർജിയിൽ തുള്ളണം എന്നുണ്ടെങ്കിൽ ആ തുള്ളുന്നതിനൊക്കെയുള്ള കാരണങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ച് നോക്കാം. ഒരു മനുഷ്യൻ ഒരു എത്ര തുള്ളിയാലും എത്ര തുള്ളും, എന്ത് ജാതി എനർജിയാണ് കുത്തിക്കയറ്റുന്നതെന്ന് ഓർത്തു പോകുക. അങ്ങനെ എന്തല്ല അതിനെക്കുറിച്ച് കടന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. നിങ്ങൾക്കും എനിക്കും അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ അതൊക്കെ നമ്മൾ വിഷ്വലായിട്ട് തന്നെ കൃത്യമായിട്ട് അവതരിപ്പിച്ച് കാണിച്ചിട്ടുണ്ട്. അതായത് രാത്രി 10:30 മുതൽ 10 മണിക്ക് ശേഷം അവിടെ ചെന്നിട്ട് പുലർച്ചെ 4-5 മണി വരെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോ സമയം അടക്കം പറഞ്ഞ് ഇപ്പോൾ ഇത് ഇത്ര സമയമായി, ഇത് കഴിച്ചത്, ഇപ്പോൾ ഇതാ ഇത്ര സമയം, ഇപ്പോഴത്തെ കഴിച്ചത് എന്ന് പറഞ്ഞ് കൃത്യമായിട്ട് നമ്മൾ അതിനകത്ത് കാണിച്ചിട്ടുണ്ട്. കണ്ണിൽ കണ്ടത് മുഴുവൻ നമ്മളിവിടെ പറഞ്ഞിട്ട് പോലും ഇല്ല. അപ്പോഴത്തേക്കും ചില ആളുകൾ പൊളിഞ്ഞ് എല്ലാവരും കൂടി വന്ന് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് വാനിഷായിപ്പോയി ഈ ഒരൊറ്റ കേസിൽ. ഇതൊന്നും ഞാനിത് ഒന്നും ആരുടെ അടുത്തൊന്നും പറയാനും ഒന്നും പോയിട്ടില്ല. കാരണം വെച്ചാൽ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? നമ്മുടെ സമൂഹത്തിൻ്റെ മലയാളികളുടെ മനോഭാവം, നമ്മുടെ ചെറുപ്പക്കാരുടെ മനോഭാവമൊക്കെ എന്താണെന്നുള്ളതിൻ്റെ ഒരു ഇതാണ്. ഞാൻ പേരൻസിന് വേണ്ടി ചെയ്ത വാർത്ത ഈ വിധമായി പോയി. ട്രാൻസ്ജെൻഡർ എക്സ്പെരിമെൻറ്റ്, സോഷ്യൽ എക്സ്പെരിമെൻറ്റിലേക്ക് വരാം. ട്രാൻസ്ജെൻഡർ വേഷം കിട്ടാൻ വേണ്ടിയുള്ള കാരണം വെച്ചാൽ 4-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ച്, ആ കൊച്ചിനെ പീഡിപ്പിച്ചു. ആ കൊച്ചിന്ന് വളർന്ന് ആ കൊച്ചിന്ന് സെക്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൊച്ചിയിലുള്ളതാണ് അവർ. ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഇതുണ്ട്. അപ്പോൾ ഞാൻ ഇവരുടെ എക്സ്പീരിയൻസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിച്ച് ഇവരനുഭവിക്കുന്ന കുറേ വിഷയങ്ങളൊക്കെ, അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സ് കൊല ചെയ്യപ്പെട്ടതൊക്കെ ആർക്കും വേണ്ടല്ലോ. ഒരു തെരുവുനായ മരണപ്പെട്ട് ചത്തു വീണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ചോദിക്കാൻ എത്ര ഉള്ള ആണും പെണ്ണും അടങ്ങുന്ന നമ്മുടെ സമൂഹത്തിൽ എത്രയോ പേരാണ് ഉള്ളത്. ഒരു ട്രാൻസ്ജെൻഡറിനെ ഒന്നാമത്തെ കാര്യം രാത്രി 12 മണി സമയത്ത് 1 മണി സമയത്ത് അവരുടെ കൂടെ കിടക്കാൻ വേണ്ടി ചെല്ലുന്നവന് മൂഡ് മാറിക്കഴിഞ്ഞാൽ അവൻ അടിച്ച് ഫിറ്റും പുറത്താണ് അവനൊരു സാധനം എടുത്താൽ അവൻ ട്രാൻസ്ജെൻഡർ തലക്കിലടിച്ച് കഴിഞ്ഞാൽ അതവിടെ കിടന്ന് ചോര ഏൽപ്പിച്ച് ചത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് ആയിട്ട് അവിടെ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ സാധാരണ ഒരു മലയാളി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വേഗം കണ്ടിട്ട് അവിടെ മാറിപ്പോവുള്ളൂ. ഒന്നാമത്തെ കാര്യം വല്ല റെയിൽവേ ട്രാക്കിൻ്റെ അടുത്തോ വല്ല ഒഴിഞ്ഞ പ്രദേശങ്ങളിലായിരിക്കുമല്ലോ ഇവർ ഈ സംഭവം നടത്തുന്നത്. അവനൊരു കലിപ്പ് തോന്നി, അവൻ അടിച്ച് ഫിറ്റും പുറത്ത് അവന് കലിപ്പ് തോന്നി, അവൻ അടിച്ച് തലയ്ക്ക് അടിച്ച് ട്രാൻസ്ജെൻഡറിനെ തീർത്ത് കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ട്രാൻസ്ജെൻഡർ അവിടെ കിടന്ന് ചോര പോയിട്ട് ചാവുള്ളൂ. അവരുടെ ജീവൻ അങ്ങനെ പോവുള്ളൂ, ആരും എടുത്തോണ്ട് പോകില്ല. അങ്ങനെയൊക്കെയുള്ള സംഭവം ഞാനിങ്ങനെ കുറേ കാര്യങ്ങളെക്കുറിച്ച് ഈ അനന്യയുടെ മേർഡർ മുതൽ ഇങ്ങോട്ട്, പിന്നെ അതുപോലെ നമ്മുടെ HMTയുടെ അവിടെ ഒരാൾ രാത്രിയിൽ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ പോയിട്ട് സൂയിസൈഡ് ചെയ്തിരുന്നു, ട്രാൻസ്ജെൻഡർ. അങ്ങനെ ഇങ്ങനെ കുറേ കേസുകൾ.